ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഇൻ്ററിൻ്റെ ഓഡിറ്റിന് ഫസ്റ്റ് ചാപ്റ്ററാണ് ചെയ്യാൻ പോകുന്നത്. ഇൻ്ററിന് മാത്രമല്ല, ഫൈനലിൽ നമുക്കിത് യൂസ് ചെയ്യാം. കാരണം ഫൈനലിൽ MCQ അസസ്മെൻറ്റ് ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ഫസ്റ്റ് ചാപ്റ്ററിന് ഒരു നേച്ചർ, ഒബ്ജക്റ്റീവ് ആൻഡ് സ്കോപ്പ് ഓഫ് ഓഡിറ്റ് ആണ്. 3 മീഡിയം സെലക്ട് ചെയ്തു, സ്റ്റാർട്ട് കൊടുത്തു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ സ്കോപ്പ് ഓഫ് ഓഡിറ്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്? ഏതാണ് ഓഡിറ്റിന് സ്കോപ്പിൽ വരാത്തത്? Proper disclosure of financial information, expression of an opinion, preparation and presentation of financial statements, reliability and sufficiency of financial information. Preparation and presentation of financial information ആരാണ് ചെയ്യേണ്ടത്? നമ്മളല്ല ചെയ്യേണ്ടത്. ആരാണ് ചെയ്യേണ്ടത്? അത് മാനേജ്മെൻറ്റാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് അതിൻ്റെ പർവ്യൂവിൽ വരുന്ന കാര്യമല്ല, ഓഡിറ്റിൻ്റെ പർവ്യൂവിൽ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ റെസ്പോൺസിബിലിറ്റി ഓഫ് ഓഡിറ്റർ? ഓഡിറ്ററിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്താണ്? പ്രിപ്പറേഷൻ ഓഫ് പ്രസൻറ്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അപ്ലിക്കബിൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് ആരുടെ? മാനേജ്മെൻറ്റിൻ്റെ. അല്ല. ഡിസൈൻ, ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഇൻറ്റേർണൽ കൺട്രോൾ, അതും മാനേജ്മെൻറ്റിൻ്റെയാണ്. എക്സ്പ്രസ് ആൻ ഒപ്പീനിയൻ ഓൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, അതാരുടെയാണ്? ഓഡിറ്ററിൻ്റെയാണ്. ടു ഒബ്റ്റെയിൻ ലിമിറ്റഡ് അഷുറൻസ് അല്ലല്ലോ കൊടുക്കുക. അപ്പോൾ തേർഡ് വണ്ണാണ് നമ്മുടെ ആൻസർ. തേർഡ് ക്വസ്റ്റ്യൻ, ചൂസിങ് ഓഫ് അപ്രോപ്രിയേറ്റ് അക്കൗണ്ടിങ് പോളിസീസ് ഇൻ റിലേഷൻ ടു വേരിയസ് അക്കൗണ്ടിങ് ഇഷ്യൂസ് ലൈക്ക് choosing method of charging depreciation on fixed assets or choosing appropriate method for valuation of inventories are responsibilities of ആരുടെയാണ്? മാനേജ്മെൻറ്റിൻ്റെയാണ്. ഓയിങ് ടു ദ ഡാഷ് ലിമിറ്റേഷൻസ് ഓഫ് ആൻ ഓഡിറ്റ്. ഓഡിറ്റിൻ്റെ എന്ത് ലിമിറ്റേഷൻ എന്ന് പറയുക? ഇൻഹെറൻറ്റ് ലിമിറ്റേഷൻ എന്നാണ് നമ്മളെപ്പോഴും പറയുക. അപ്പോൾ ഒറ്റയടിക്ക് ഓപ്ഷൻ 1ലേക്ക് നമുക്ക് പോവാം. ദർ ഈസ് ഡാഷ് റിസ്ക്, അൺഅവോയ്ഡബിൾ റിസ്ക് ആണോ? വായിച്ച് നോക്കാം. അൺഅവോയ്ഡബിൾ റിസ്ക് ദാറ്റ് some material misstatements of the financial statements will not be detected even though the audit is properly planned and performed in accordance with the essays. അപ്പോൾ കറക്റ്റാണ്. ഇൻഹെറൻറ്റും അൺഅവോയ്ഡബിളും ആണ്. ഇൻഹെറിറ്റ് എന്നുള്ള ഓപ്ഷൻ വരും ഇല്ല. മാനേജ്മെൻറ്റ് ലിമിറ്റേഷൻ വരും ഇല്ല. റെഗുലേറ്ററി ലിമിറ്റേഷൻ ആണോ? അത് ഓഡിറ്റിൻ്റെ അല്ല. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഇൻ ഓർഡർ ടു എക്സ്പ്രസ് ആൻ ഒപ്പീനിയൻ ഓൺ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ദ ഓഡിറ്റർ നീഡ് ടു സാറ്റിസ്ഫൈ ഹിംസെൽഫ് ദാറ്റ്. ഏതൊക്കെയാണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്? ഇതിലിപ്പോൾ ഓപ്ഷൻ നോക്കുമ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ രണ്ടാമത്തെ ഓപ്ഷൻ ഒരിക്കലും വായിച്ച് നോക്കണ്ട. കാരണം രണ്ടാമത്തെ ഓപ്ഷൻ 4ലും ഉണ്ട്. ഇനി ഒന്നാമത്തെ ഓപ്ഷൻ വായിച്ച് നോക്കാം. ദ അക്കൗണ്ട്സ് ഹാവ് ബീൻ ഡ്രോൺ അപ്പ് വിത്ത് റെഫറൻസ് ടു എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട് വിച്ച് ആർ ആഡിക്വേറ്റ്ലി സപ്പോർട്ടഡ് ബൈ സഫിഷ്യൻറ്റ് ആൻഡ് അപ്രോപ്രിയേറ്റ് എവിഡൻസ്. അത് വരും. അപ്പോൾ നമുക്ക് ഓപ്ഷൻ സി അല്ലാന്ന് മനസ്സിലായി. 1 ഉത്തരമുള്ള ഓപ്ഷനാണ് വരുള്ളൂ. ഇനി സെക്കൻഡ് എല്ലാത്തിലുള്ളതുകൊണ്ട് അത് വായിച്ച് നോക്കണ്ട. തേർഡ് വൺ, ദ ഇൻഫർമേഷൻ കൺവേർഡ് ബൈ ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് ക്ലിയർ ആൻഡ് അൺആംബിഗ്യസ്. ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എമൗണ്ട് ആർ പ്രോപ്പർലി ക്ലാസിഫൈഡ്, ഡിസ്ക്രൈബ്ഡ് ആൻഡ് ഡിസ്ക്ലോസ്ഡ് ഇൻ ദ കൺഫോമിറ്റി വിത്ത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. അതും നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യമില്ലേ? 3യും വരും. അപ്പോൾ 1 or 2 മാത്രമല്ല, 1, 2, 3, 4 എന്നുള്ള ഓപ്ഷൻ വരും എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അപ്പോൾ നെക്സ്റ്റ് ചെയ്തു. 4 വായിച്ച് നോക്കേണ്ട ആവശ്യം പോലും വരുന്നില്ല. ഇൻഹെറൻറ്റ് ലിമിറ്റേഷൻസ് ഓഫ് ആൻ ഓഡിറ്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അറൈസ് ഡ്യൂ ടു എ നമ്പർ ഓഫ് ഫാക്ടേഴ്സ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് സച്ച് എ ഫാക്ടർ? ഏതാണ് ഫാക്ടർ അല്ലാത്തത്? പ്രാക്ടിക്കൽ ലിമിറ്റേഷൻസ് ഓൺ എബിലിറ്റി ഓഫ് ഓഡിറ്റർ ടു ഒബ്റ്റെയിൻ ഓഡിറ്റ് എവിഡൻസ്, ലീഗൽ ലിമിറ്റേഷൻസ് ഓൺ എബിലിറ്റി ഓഫ് ഓഡിറ്റർ ടു ഒബ്റ്റെയിൻ ഓഡിറ്റ് എവിഡൻസ്, involvement of subjective judgments in preparation of financial statements, ability of auditor to accept valid evidence due to high professional knowledge. ഓഡിറ്ററിന് ഇതെന്താ? ഇൻഹെറൻറ്റ് ലിമിറ്റേഷൻ അല്ല. ബാക്കിയെല്ലാം എന്താ? ലിമിറ്റേഷൻ തന്നെയാണ്. ആൾക്ക് നല്ല നോളജ് ഉണ്ടെന്നുള്ളതൊരു ലിമിറ്റേഷനാണോ? അല്ല. Z പ്രൈവറ്റ് ലിമിറ്റഡ് ഈസ് a recently established startup formed with objective of promoting use of polyhouses and offering farmers necessary know-how for setting up such structures. Polyhouses enable farmers to grow good quality crops like vegetables throughout the year. At a meeting, directors discuss about pros and cons of independent audit of financial statements in a startup like theirs. So the following statement is false in this regard. ഓഡിറ്റിൻ്റെ ഗുണങ്ങളാണ് ചോദിക്കുന്നത്. ഇറ്റ് ഈസ് മാൻഡേറ്ററി റിക്വയർമെൻറ്റ് ഫോർ ദർ സ്റ്റാർട്ടപ്പ്, ദർ ആർ നോ ചോയ്സസ്. അങ്ങനൊരു ലിമിറ്റേഷൻ വരും ഇല്ല. അപ്പോൾ അത് തന്നെയാണോ ഉത്തരം വരാം? അത് ഫോൾസ് ആയിരിക്കും. ബാക്കി 3 വായിച്ചു നോക്കാം. ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് മേ ബി യൂസ്ഡ് ബൈ സ്റ്റാർട്ടപ്പ് ഫോർ ഒബ്റ്റെയിനിങ് ഫണ്ട്സ് ഫ്രം പ്രോസ്പെക്റ്റീവ് ഇൻവെസ്റ്റേഴ്സ്. അതെന്താ? അതിൻ്റെ പ്രോയാണ്, ഒരു ഗുണമാണ്. നമ്മൾ ഓഡിറ്റഡ് ആണെങ്കിൽ നമ്മുടെ അക്കൗണ്ട്സിൻ്റെ വിശ്വാസ്യത വർദ്ധിക്കും. സച്ച് ആൻ ഓഡിറ്റ് ക്യാൻ പോയിൻ്റ് ഔട്ട് ഡെഫിഷ്യൻസീസ് ഇൻ ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം ഓഫ് എ സ്റ്റാർട്ടപ്സ് ബിസിനസ്. കറക്റ്റാണ്. സച്ച് ആൻ ഓഡിറ്റ് വുഡ് നെസസറിലി ബി റിസൾട്ട് ഇൻ റിഫ്ലക്ഷൻ ഓഫ് ഹയർ പ്രോഫിറ്റ്സ് ലീഡിങ് ടു ഹയർ ഇൻകം ടാക്സ് ലയബിലിറ്റീസ് ഫോർ സ്റ്റാർട്ടപ്പ്. അത് വരുമോ? ഒരിക്കലും വരില്ല. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അപ്പോൾ ഉത്തരമാണ് കറക്റ്റ് ആയിരിക്കും എന്നുള്ളതാണ്. ഇറ്റ് ഈസ് എ മാൻഡേറ്ററി റിക്വയർമെൻറ്റ് ഫോർ ദയർ സ്റ്റാർട്ടപ്പ്, ദർ ആർ നോ ചോയ്സസ്. ഓപ്ഷൻ 4 ഒരിക്കലും വരില്ല. കാരണം എന്താ? ഹയർ പ്രോഫിറ്റ് തന്നെ ഉണ്ടാവണം എന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. സ്റ്റാർട്ടപ്പുകളിൽ തന്നെ കമ്പനിയാണെങ്കിൽ എന്തായാലും നിർബന്ധമാണ്. പിന്നെ സ്റ്റാർട്ടപ്പ് MSMEയുടെ ഒക്കെ കീഴിൽ വരുന്ന സ്റ്റാർട്ടപ്പ് ആണെങ്കിൽ ഓഡിറ്റ് മാൻഡേറ്ററി ആണ്. ഇവരൊരു സ്ട്രിക്റ്റ് സെൻസിലുള്ള സ്റ്റാർട്ടപ്പാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഓപ്ഷൻ A അല്ലാത്തതെന്ന് തോന്നുന്നു.
ഇനി ഡാഷ് അലോങ് വിത്ത് ദെയർ അതർ ഡിസിപ്ലിൻ സച്ച് ആസ് അക്കൗണ്ടിങ് ആൻഡ് ലോ എക്വിപ്സ് യു വിത്ത് ഓൾ ദ നോളജ് ദാറ്റ് ഈസ് റിക്വയർഡ് ടു എൻ്റർ ഇൻ ടു ആൻ ഓഡിറ്റിംഗ് ആസ് എ പ്രൊഫഷൻ. ഏതാണ് ആദ്യം വേണ്ടത്? ഓഡിറ്റിങ്ങിൽ തന്നെയുള്ള നോളജും കാര്യങ്ങളും ലോയിലുള്ളതൊക്കെ ഇല്ലേ വേണ്ടത്? അപ്പോൾ ഓഡിറ്റ് തന്നെയാണ് ഉത്തരം. 9th one, which of the following is not one objective of auditor in accordance with SA 200? SA 200 എന്താണ്? ഓവറോൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് ആൻ ഇൻഡിപെൻഡൻറ്റ് ഓഡിറ്റർ ആൻഡ് ദ കണ്ടക്ട് ഓഫ് ഓഡിറ്റ് ഇൻ accordance in standards on auditing. അതിലെന്താണ് ഓഡിറ്ററിൻ്റെ ഒബ്ജക്റ്റീവ് അല്ലാത്തതെന്നാണ് ചോദ്യം. ടു ഒബ്റ്റെയിൻ എ റീസണബിൾ അഷുറൻസ് വെദർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഹോൾ ആർ ഫ്രീ ഫ്രം മെറ്റീരിയൽ സ്റ്റേറ്റ്മെൻറ്റ്. ഓഡിറ്ററുടെ ഒബ്ജക്റ്റീവാണ്. ടു റിപ്പോർട്ട് ഓൺ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഓഡിറ്റർ ഒബ്ജക്റ്റീവാണ്. ടു കമ്മ്യൂണിക്കേറ്റ് ഇൻ അക്കോർഡൻസ് വിത്ത് ഓഡിറ്റേഴ്സ് ഫൈൻഡിങ്സ് ആസ് റിക്വയർഡ് ബൈ സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റിംഗ്. അതും ഉള്ളതാണ് SA 200 വരുന്നതാണ്. അതിൻ്റെ ഫർദർ കമ്മ്യൂണിക്കേഷൻ്റെ കാര്യങ്ങൾ 260, 265 വരുന്നതാണ്. ഇനി ടു ഒബ്റ്റെയിൻ ആൻ ആബ്സല്യൂട്ട് അഷുറൻസ് ദാറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഫ്രീ ഫ്രം എനി ഫ്രോഡുലന്റ് ട്രാൻസാക്ഷൻ. ആബ്സല്യൂട്ട് അഷുറൻസ് കൊടുക്കുമോ? ഒരിക്കലും ഇല്ല, അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. റീസണബിൾ അഷുറൻസ് കൊടുക്കാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് പോകുന്നത് ദ ഓഡിറ്റർ ഓഫ് ഡി ലിമിറ്റഡ് വാസ് ഓഫ് ദ ഒപ്പീനിയൻ ദാറ്റ് ഒബ്ജക്റ്റീവ് ഓഫ് ഓഡിറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് of a company is to provide reasonable assurance that financial statements of that company are free from misstatements. Which type of misstatements are mentioned by auditor of Delicious Limited? സിമ്പിൾ മിസ്റ്റേറ്റ്മെൻറ്റ്, മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ്, ഈസി മിസ്റ്റേറ്റ്മെൻറ്റ്, കോമ്പറ്റീവ് മിസ്റ്റേറ്റ്മെൻറ്റ്. എന്ത് മിസ്റ്റേറ്റ്മെൻറ്റാണ്? മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ് അല്ലേ? മെറ്റീരിയൽ അല്ലാത്തതല്ല 50 പൈസ 1 രൂപയിലൊക്കെ മിസ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായാൽ നമ്മൾ ചെയ്യുമോ? ഇല്ല. മെറ്റീരിയാലിറ്റി കൺസെപ്റ്റും കൂടി കൺസിഡർ ചെയ്യണം. ഇനി നോ ബിസിനസ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ ക്യാൻ എഫക്റ്റീവ്ലി ക്യാരി ഓൺ ഇറ്റ്സ് ആക്ടിവിറ്റീസ് വിത്തൗട്ട് ദ ഹെൽപ്പ് ഓഫ് പ്രോപ്പർ എന്താണ് ഓഡിറ്റ് ഇല്ലാണ്ട് നടത്താൻ പറ്റുമോ? പറ്റും. ഓഡിറ്റില്ലെങ്കിലും നടത്താൻ പറ്റായിരിക്കുന്നില്ല. അത്രയും ചെറിയ കൺസേൺ ആണെങ്കിൽ ഓഡിറ്റ് നിർബന്ധമൊന്നുമല്ല. പക്ഷേ റെക്കോർഡ്സ് ആൻഡ് ഓഡിറ്റ് ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും? അത് പറ്റില്ല. എഫക്റ്റീവ്ലി ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റില്ല. ഐഡൻറ്റിഫൈ ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. Prospective financial information relates to future events. Since no evidence is available to support the assumptions on which prospective financial information is based, auditor is not in a position to express an opinion whether results shown in prospective information will be achieved. In assurance reports involving prospective financial statements, standards on auditing apply. In assurance engagement involving prospective financial statements കുറിച്ചിട്ടാണ് ചോദ്യം. അതായത് ഫ്യൂച്ചറിൽ വരുന്നത്. Practitioner provides a report assuring that nothing has come to practitioner's attention to suggest that assumptions do not provide a reasonable basis for this projection. അതാണ് ശരി ഉത്തരം വരാം. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. അഷുറൻസ് എൻഗേജ്മെൻറ്റ് ഇൻവോൾവിംഗ് പ്രോസ്പെക്റ്റീവ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ പ്രാക്ടീഷണർ പ്രൊവൈഡ്സ് എ റിപ്പോർട്ട് അഷുറിംഗ് ദാറ്റ് നത്തിങ് ഹാസ് കം പ്രാക്ടീഷണർസ് അറ്റൻഷൻ ടു സജസ്റ്റ് പ്രൊവൈഡ് റീസണബിൾ ബേസിസ് ഫോർ ദിസ് പ്രൊജക്ഷൻ. അങ്ങനെയല്ല വരാം. അതായത് നമ്മളിപ്പോൾ ഒരു സാധനത്തിൻ്റെ പ്രൊജക്ഷൻ കൊടുക്കുമ്പോൾ ഈ പ്രൊജക്ഷനിലുള്ള കാര്യം കിട്ടില്ല എന്ന് പറയുന്ന പോലത്തെ പ്രശ്നങ്ങളൊന്നും നമ്മളുടെ കണ്ണിൽ പെട്ടിട്ടില്ല എന്ന് വേണം പറയാൻ. അല്ലാണ്ട് ഈ ഇതിലുള്ള പോലത്തെ ഈ പ്രൊജക്ഷനിലുള്ള പോലെ തന്നെ ആയിരിക്കും എന്നുള്ളത് നമുക്ക് തെളിവ് കിട്ടിയെന്നോ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. കാരണം ഫ്യൂച്ചർ നമുക്ക് ഉറപ്പുള്ള കാര്യമല്ല. പക്ഷേ ഇത് വളരെ അൺറിയലിസ്റ്റിക് ആണെങ്കിൽ നമ്മൾ പറയണം. ഇത് ആവാൻ ഒരു സാധ്യതയില്ലെങ്കിൽ പറയണം. അതാണ് ആ തേർഡ് ഓപ്ഷൻ്റെ മീനിങ്. An auditor of financial statements expresses opinion in accordance with management's requirement, in accordance with the directions of appointing authority, in accordance with the auditor's findings, in accordance with the requirement of users. ആരുടെ ഫൈൻഡിങ്സ് വെച്ചിട്ടല്ലേ അയാൾ എക്സ്പ്രസ് ചെയ്യുക ആണ്. അടുത്തത് audited financial statements are not a guarantee against probable wrongdoings in financial statements of companies. What kind of assurance does audit of financial statement provide? റീസണബിൾ അഷുറൻസ് ആണ് കൊടുക്കുക. പക്ഷേ അതെന്താണ്? ഹൈ ലെവൽ ഓഫ് അഷുറൻസ് ആണ്. ഇറ്റ് പ്രൊവൈഡ്സ് എ റീസണബിൾ അഷുറൻസ് മീനിങ് എ ഹൈ ലെവൽ ഓഫ് ഇൻഷുറൻസ്. സി ആണ് ഓപ്ഷൻ. As per SA 200, in conducting an audit of financial statements, the overall objectives of auditor are എന്താണ്? To obtain reasonable assurance, to report on financial statements both A and B. In which of the following is false about meaning or nature of auditing? Its basic nature lies in providing assurance to users of financial statement. ആണോ? അല്ല. It is interdisciplinary in nature. ആണ്. It is independent examination of financial statements of listed entities alone. Listed entities മാത്രമാണോ അത്? അല്ല. Its nature helps in providing comfort that financial statements are not misleading. അതും ശരിയാണ്. ബേസിക് നേച്ചർ ലൈഫ് ഇൻ പ്രൊവൈഡിങ് അഷുറൻസ്. അഷുറൻസ് എന്നുള്ളത് അതും സ്ട്രിക്ട് സെൻസിലുള്ള അഷുറൻസ് അല്ല. നമ്മൾ ഓഡിറ്റിന് പകരം കൊടുക്കുന്നത് അഷുറൻസ് ഉറപ്പ് കൊടുക്കണം എന്നുള്ള അർത്ഥത്തിലല്ല പറയണേ. അത് അതിൻ്റെ ഓണർമാർക്ക് ഒരു അഷുറൻസ് കൊടുക്കുന്നുണ്ടല്ലോ എന്നുള്ള അർത്ഥത്തിലാണ്. ഇതിലത്തെ ഏറ്റവും വേഴ്സ്റ്റ് ഉത്തരം ഏതാ? സി ആണ്. ലിസ്റ്റഡ് എൻറ്റിറ്റിക്ക് മാത്രമാണ് ഓഡിറ്റ് ഉള്ളത്. അല്ല, വേറെയും പല എൻറ്റിറ്റികൾക്കുണ്ട്. നെക്സ്റ്റ് കൊടുത്തു. An explanation in SA 200 is obtained when the auditor has obtained sufficient appropriate audit evidence to reduce risk to an acceptably low level. എന്ത് അഷുറൻസാണ് കിട്ടേണ്ടത്? ആബ്സല്യൂട്ട് അഷുറൻസ് ആണോ? അല്ല, റീസണബിൾ അഷുറൻസ് ആണ്.
An employee of Fruits and Vegetables Limited was of the opinion that the auditor of the company is required to express an opinion. On which of the following the auditor of a company is required to express an opinion? ഏതുമിലാണ് ഒപ്പീനിയൻ കൊടുക്കേണ്ടത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിലാണ്. ബാലൻസ് ഷീറ്റ്, പി ആൻഡ് അക്കൗണ്ട്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഒക്കെ കൂടിയിട്ടുള്ള കമ്പണൻറ്റുകളെല്ലാം കൂടിയിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിലാണ് കൊടുക്കേണ്ടത്. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് കറക്റ്റ്? SA 230, SA 500, SA 505, SA 560. ഏതാണ്? SA 230 ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷൻ ആണ്. SA 500 ഓഡിറ്റ് എവിഡൻസ് ആണ്. SA 505 എന്തല്ല? റിട്ടേൺ റെപ്രസെൻറ്റേഷൻ അല്ല. SA 560 സബ്സിക്വൻ്റ് ഇവൻ്റ് ആണ്. നെക്സ്റ്റ്, dash framework means a framework adopted in the preparation and presentation of the financial statements that is acceptable in view of the nature of the entity and the objective of financial statement or that is required by law or regulation. എന്താണ്? അപ്ലിക്കബിൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് അല്ലേ? എപ്പോഴും അങ്ങനെയാണ് നമ്മുടെ സെൻറ്റൻസിൽ വന്നിട്ടുള്ളത്. നമ്മുടെ എല്ലാ ഉത്തരം കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഓഡിറ്റിന് നമുക്ക് ഫൈനൽ ലെവലിലാണെങ്കിലും ഇങ്ങനത്തെ ബേസിക് പാഠങ്ങളെല്ലാം ചെയ്ത് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. കാരണം MCQ നമുക്ക് വേറെ അവർ നമുക്ക് വേണ്ടിയിട്ട് വേറെ ഇറക്കിയിട്ടില്ല. അപ്പോൾ ശരി, ബൈ.